ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല നാടൻ കറിയാണ്. ചക്കക്കുരുവും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ചേർത്ത് തേങ്ങയും മുളകും അരച്ചു വെക്കുന്ന ഈ ഒരു കറിയുടെ സ്വാദ് ഇത് കഴിച്ചവർക്കേ അറിയാൻ സാധിക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ പ്ലേറ്റ് നിറയെ ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി തന്നെ മതിയാകും. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 1/4 കിലോ ചക്കക്കുരുവും 2 മുരിങ്ങക്കായും 3 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയുടെ അരപ്പ് തയ്യാറാക്കണം. ഇതിനായിട്ട് അരമുറി നാളികേരവും 2 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ ഒരു മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം. അരപ്പരച്ച് കഴിഞ്ഞാൽ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 10 കൊച്ചുള്ളിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കറി നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത തക്കാളി കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇനി കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം. 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കറിക്ക് ആവശ്യമായ ഉപ്പും 2 പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി കറിയുടെ പുളിക്കായിട്ട് ഞാൻ ഒരു കഷ്ണം കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മാങ്ങയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കൂടെ ചേർക്കാം. മുരിങ്ങക്കായൊക്കെ വേവ് കുറവായത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് കറിയിലേക്ക് ചേർക്കുന്നത്. വേവ് കൂടുതലുള്ള മുരിങ്ങക്കായ ആണെങ്കിൽ തക്കാളി ചേർക്കുന്ന സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ്. മുരിങ്ങക്കായും കൂടി ചേർത്ത കറി നന്നായിട്ട് തന്നെ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കേണ്ട താമസമേ ഉള്ളൂ. ചൂടായ താളിപ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൊച്ചുള്ളിയും ചേർത്ത് മൂത്ത് വരുമ്പോൾ നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു പാകായി വന്നിട്ടുള്ള കറിയിലേക്ക് ഈ ഒരു താളിപ്പ് ചേർത്ത് പെട്ടെന്ന് തന്നെ കറി മൂടി വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ കറിയുടെ ചൂടാറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു നാടൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.